ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണ്. ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ്. ഇന്നത്തെയും പോലെ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്ത് താമസിച്ചാണ് വന്നത്. ഇന്നലെ ഞാൻ അമ്പലത്തിൽ പരിപാടിയൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ ഇന്നും അതുപോലെ നടന്നില്ല. തോളൊക്കെ അങ്ങ് നല്ല വേദനയുണ്ട്. നമ്മൾ ജോലികൾ എത്ര ചെയ്താലും ആളുകൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ല. നമ്മൾ ജോലി ചെയ്യില്ലെന്നാണ് ആളുകളുടെ പരാതി. നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. നമ്മുടെ ശരീരം നമ്മൾ എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ഈ തോളും എല്ലാം ഭയങ്കരമായിട്ട് നല്ല വേദനയും നല്ല എല്ലാം ഈ കൈയായാലും തോളായാലും നമ്മുടെ എല്ലാ ശരീരഭാഗങ്ങൾക്കും നമുക്ക് നല്ല നല്ല സ്ട്രെയിൻ ആയാലും ഈ ആളുകൾ പറയും നമ്മൾ ജോലിയൊന്നും ചെയ്യത്തില്ല, നമ്മളങ്ങ് കുറ്റക്കാരാണ്. എത്രയായാലും ആളുകൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ല, ആരൊക്കെ സാറ്റിസ്ഫാക്ഷനും ഇല്ല. നമ്മൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ. പിന്നെ അതിൽ കൂടുതലൊന്നും നമുക്ക് പറ്റത്തില്ല. ഓരോ ആളുകൾക്കും ഓരോ കപ്പാസിറ്റി, ഓരോ കഴിവുകളെല്ലാം ഉണ്ട്. അതനുസരിച്ച് അവരവർ ചെയ്യും കാര്യങ്ങൾ. അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ ചെന്ന് തലയിട്ട് അത് കുളമാക്കുന്നതിനെക്കാട്ടിലും നല്ലത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതാണ് എൻ്റെ കൂട്ടുകാരെ എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇന്ന് ഞാൻ വൈകിട്ട് വന്നപ്പം ഒരുപാട് താമസിച്ചാണ് വന്നത്. എങ്കിൽ പിന്നെ നേരത്തെ ഇനി വീട്ടിലെത്താം അന്നേരം എന്നും വിചാരിച്ചിട്ട് ഞാൻ ഒരു ഓട്ടോയിൽ കയറിയത് എനിക്ക് പണി കിട്ടി. ഓട്ടോയിൽ കയറി അങ്ങോട്ട് ഇരുന്ന് ഇച്ചിരി ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് ഗേറ്റ് അങ്ങ് അടച്ചങ്ങനെ ഒരു 3-4 വണ്ടി പോയിട്ടാണ് പിന്നെ അത് തുറന്നത്. അങ്ങനെ 5 മിനിറ്റ് കൊണ്ട് ഇനി എത്താമെന്ന് വിചാരിച്ചാൽ ഞാൻ അരമണിക്കൂർ അവിടെ ലേറ്റായി. അപ്പോഴത്തേന് നമുക്ക് ഈ ബോറെന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് നമ്മൾ വരുന്നത്. പിന്നെ കുറേ സമയം അവിടെയും കൂടെ ഇങ്ങനെ പോയി, കുറേ സമയം അങ്ങ് പെട്ടുപോയി. ഭയങ്കരമായിട്ടുള്ള ബോറിങ്ങാണ് തോന്നിയത്. സന്ധ്യാസമയം കൂടെ ആയി. നമുക്ക് വീട്ടിൽ നേരത്തെ ഇനി എത്തുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യാം. നമുക്ക് വീട്ടിലായാലും ജോലി, എന്തുമായാലും അങ്ങ് ജോലിയാണ്. ജോലികൾ എത്ര ചെയ്താലും തീരത്തില്ല. നമ്മളെപ്പറ്റി ആർക്കും ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ല. എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് ജീവിക്കാനും പറ്റത്തില്ല. ഇതൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങൾ. പിന്നെ ഇന്ന് രാവിലെ അടുക്കളയിലെ ജോലിയൊക്കെ തീർന്ന് വൈകിട്ട് വന്ന് നെത്തോലി വാങ്ങിച്ചുകൊണ്ട് വന്ന് പൊരിച്ച്, ഇതായിരുന്നു ഇന്നത്തെ വൈകിട്ടത്തെ അടുക്കളപ്പണി. എന്നിട്ട് ചോറൊക്കെ കഴിച്ച് സാമ്പാർ, ചോറ്, തോരൻ, നെത്തോലി പൊരിച്ചതൊക്കെ കൂട്ടി കഴിച്ച് ഇവിടെ വന്ന് എല്ലാ കൂട്ടുകാരുടെ അടുത്തും കൊച്ചു വർത്തമാനം പറയാമെന്ന് വിചാരിച്ച്. ഈ സത്യം പറഞ്ഞാൽ ഈ ചാനലുള്ളത് കൊണ്ടാണ് നമ്മുടെ ഒരു ടൈം പാസ്. കുറച്ച് സമയം അങ്ങനെ അങ്ങ് പോവും. കുറേ എനിക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരുടെ വീഡിയോസൊക്കെ ഞാൻ കാണും. എൻ്റെ വീഡിയോസ് അവർ കണ്ടാലും ഇല്ലെങ്കിലും ഞാൻ അവരുടെ എല്ലാം വീഡിയോസ് കാണുന്നുണ്ട്. സമയം കിട്ടുമ്പോഴെല്ലാം കാണും. നമ്മൾ എല്ലാ ആളുകളെയും നമ്മൾ ഇഷ്ടപ്പെടണമെന്ന് വിചാരിച്ചിട്ടൊരു കാര്യമില്ല. പിന്നെ ഇനി ഞങ്ങൾ അമ്പലത്തിലെ ഉത്സവമൊക്കെ കഴിഞ്ഞ് എത്താറായി. ഇനി അതൊക്കെയാണ് അടുത്ത വിശേഷങ്ങൾ. എന്ന് ഞാൻ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ എല്ലാവർക്കും ബോറിങ് തുടങ്ങും. ഇപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസൊന്നും അങ്ങനെ ഇടാറില്ല. മറ്റത് ഒരുപാട് വീഡിയോസൊക്കെ ഇടുമായിരുന്നു. ഇപ്പോൾ ഒരുപാട് കുറഞ്ഞ്. കാരണം സമയക്കുറവുണ്ട്, പിന്നെ മടിയുണ്ട്. ഇതൊക്കെ കാരണമാണ്. പിന്നെ നമ്മളെ വീഡിയോസൊക്കെ വലിയ ചാനലുകളൊക്കെ ഉള്ളപ്പോൾ നമ്മളെ കുഞ്ഞു ചാനലുകളൊന്നും ആർക്കും അത്ര ഒരു മൈൻഡല്ല. അത് കാരണം ഞാനും എൻ്റെ ചാനലിൽ അങ്ങ് അവോയ്ഡ് ചെയ്ത് കളയുക. കൂടെ ഒരു വീഡിയോ ഇടുക. അങ്ങനെ ഈ അടുത്ത സമയത്ത് മോൻ എൻ്റെ അടുത്ത് പറയുന്നു, അമ്മയ്ക്ക് വേറെ ജോലിയൊന്നും ഇല്ലേന്നും ചോദിച്ച് അമ്മ ഇങ്ങനെ വീഡിയോ ഇട്ടാൽ പറ്റത്തില്ല, ഇടുന്നെങ്കിൽ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല കണ്ടൻറ്റൊക്കെ ഉള്ളത് ഇടണമെന്ന്. അന്നേരം ഞാൻ പറഞ്ഞ് കണ്ടൻറ്റൊന്നും ഇല്ലാത്ത ചാനലുകളും കയറിപ്പോകുന്നതുകൊണ്ട്, പക്ഷേ നമുക്കൊരു ലക്ക് വേണം എങ്കിലേ ഇതിപ്പോൾ എനിക്ക് ടൈം പാസ് ആയതുകൊണ്ട് ഇതിലൊന്നും ഒരു വിഷയമില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഒരു
എല്ലാ കൂട്ടുകാരടുത്തും. കുറേ പേരെല്ലാം എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ട്. അവർ എനിക്ക് ചിലരൊക്കെ ലൈക്കും തരാറുണ്ട്. പിന്നെ വന്നിരുന്ന് കൊച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു സന്തോഷം. കുറേ സ്ട്രെസ്സൊക്കെ അങ്ങനെ അങ്ങ് പോവും. സ്ട്രെസ് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യം. എവിടെ നിന്നെങ്കിലുമൊക്കെ സ്ട്രെസ്സുകൾ വരും, ഇനി എത്ര വേണ്ടെന്ന് വെച്ചാലും. പിന്നെ ഇന്ന് അമ്പലത്തിൽ നല്ല പരിപാടി ഏതാണ്ടുണ്ട്, പക്ഷെ ഞാൻ പോകുന്നില്ല, എനിക്കങ്ങ് വയ്യ, ക്ഷീണിച്ചാണ് വന്നത്. പിന്നെ ഇന്ന് സമയം 7:30 പിന്നെ ഞാൻ വന്ന് കുളിച്ച് റെഡിയായി എല്ലാം പോകുമ്പോഴത്തേനും പിന്നെ ഒരുപാട് താമസിക്കും. അത് കാരണം ഞാനതങ്ങ് മതിയാക്കി. എനിക്കിന്ന് കാണണമെന്നുണ്ടായിരുന്നു. അമ്പലത്തിലൊന്നും ഇപ്പം അങ്ങനെ പോകാറുമില്ല, സമയവും കിട്ടുന്നില്ല, കുറച്ചൊക്കെ മടിയും ഉണ്ട്. ഫേമസ് സുധയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇന്നിരുന്ന് ഈ വീഡിയോ ഇടുന്നത്. പനിയാണെന്ന് പറയുന്നു. എനിക്കും ചെറിയ തൊണ്ടവേദനയുണ്ട്. അത് ഞാൻ അങ്ങ് കട്ടൻ കാപ്പി കുടിച്ചാൽ തൊണ്ടവേദനയും അസ്വസ്ഥതകളും ഒക്കെ ഒരുപാട് കുറയും. ചുക്ക് കാപ്പി, അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുന്നത്. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൻ്റെതാ, ഒരു മഴയൊക്കെ പെയ്തില്ലേ, അന്നേരത്തേന് ചില അസ്വസ്ഥതകളൊക്കെ തുടങ്ങും. പിന്നെ ഒരു ഏജ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ശരീരത്തിന് അസ്വസ്ഥതകളൊക്കെ തുടങ്ങും. ഞാൻ ഇപ്പോഴും ഇരുന്ന് മുമ്പ് പല വീഡിയോകളും ഷോർട്ടും എല്ലാം അങ്ങ് ഇടുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറച്ച്, എന്നെ കൊച്ച് വഴക്ക് പറഞ്ഞാണ് ഇപ്പോൾ കുറച്ചത്. ഇങ്ങനെ വീഡിയോ ഇടണ്ട അമ്മ, വല്ലപ്പോഴും ഒരു വീഡിയോ ഇട്ടാൽ മതി എന്നാണ് അവൻ്റെ അഭിപ്രായം. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് ദിവസം അങ്ങനെ ഇടാതിരുന്ന്. അന്നേരം ഞാൻ പറഞ്ഞു, മോനെ അതുകൊണ്ട് കാര്യമില്ല, വല്ലപ്പോഴും വീഡിയോ ഇട്ടാൽ. അങ്ങനെയാണ് പിന്നെ വീണ്ടും വീഡിയോ ഇടാൻ തുടങ്ങിയത് കൂട്ടുകാരെ. ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കാര്യങ്ങളാണ്. ഇനി ഞാനിത് കഴിഞ്ഞ ഉടനെ ആരെങ്കിലും വിളിച്ച് കഥ പറഞ്ഞുകൊണ്ടിരിക്കും. ശരി, എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്. സമയം അത്രയൊന്നും ആയില്ല എങ്കിലും